കുടിവെള്ളത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനക്ഷേമ പദ്ധതികൾക്കും മുന്തിയ പരിഗണന നൽകി എടയൂർ പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ഉപാധ്യക്ഷൻ കെ.പി. വേലായുധനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. എടയൂർ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരണം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. ഉപാധ്യക്ഷൻ കെ.പി. വേലായുധനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 42,63,23,390 രൂപ വരവും 41,63,77,500 രൂപ ചെലവും 99,51,790 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ജനകീയ ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. കഴിഞ്ഞ 4 വർഷക്കാലം പഞ്ചായത്തിൻ്റെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് നേട്ടങ്ങൾ കോട്ടങ്ങൾ വിലയിരുത്തി ഈ ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ വികസന കാര്യങ്ങളും സ്പർശിച്ചുകൊണ്ട് ഞങ്ങളുടെ അവസാനത്തെ ബജറ്റായിട്ട് ഇതിൽ എല്ലാ ഭാഗങ്ങളും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ വർഷം സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 42,63,29,390 രൂപ വരവും 41,63,77,500 രൂപ ചെലവും 95,51,050 രൂപ മിച്ചവും വരുന്ന വാർഷിക ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾക്കാണ് ഈ സാമ്പത്തിക വർഷം മുന്തിയ പരിഗണന കൊടുത്തിട്ടുള്ളത്. ബജറ്റ് പ്രധാന പ്രഖ്യാപനമായിട്ടുള്ള കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നെൽകൃഷി, പച്ചക്കറി കൃഷി, പൂക്കൃഷി തുടങ്ങിയവയ്ക്കും അതേപോലെ തന്നെ എടയൂരിൻ്റെ തനത് പദ്ധതിയായിട്ടുള്ള എടയൂർ മുളകിന് പ്രത്യേക പരിഗണന നൽകിയുള്ള പദ്ധതിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനവും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മേഖലാടിസ്ഥാനത്തിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും ആസൂത്രിച്ചിട്ടുണ്ട്. കാർഷിക മേഖല, മൃഗസംരക്ഷണം, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, സാമൂഹ്യക്ഷേമം, പട്ടികജാതി വികസനം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, നവീകരണം എന്നിങ്ങനെ സമസ്ത മേഖലയ്ക്കും വലിയ പരിഗണന നൽകിയാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. വിവിധങ്ങളായ ജനകീയ പദ്ധതികളും നടപ്പാക്കും. പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം യോഗത്തിൽ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജാഫർ പുതുക്കുടി, ലുബി റഷീദ്, റസീന യൂനസ്, മെമ്പർമാരായ നൌഷാദ് മണി, പി.ടി. അയ്യൂബ്, കെ.കെ. രാജീവ്, പി.എം. മുഹമ്മദ്, കെ.പി. വിശ്വനാഥൻ, സെക്രട്ടറി കെ.കെ. ഷൈലജ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.